ഉരുൾപൊട്ടൽ എന്ന വാക്ക് കേരളത്തിന് അന്യമല്ല. എന്നാൽ ഇത്ര ഭീകരമായൊരവസ്ഥയിൽ ഉരുൾപൊട്ടൽ കേരളം കണ്ടത് ഇപ്പോൾ വയനാട് മുണ്ടക്കൈയിലാണ്. കേരളത്തിൻ്റെ ഉരുൾപൊട്ടൽ ചരിത്രം നമുക്കൊന്ന് നോക്കാം. കോരിച്ചൊരിയുന്ന മഴയിൽ മലമുകളിൽ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നു. ഇത് പൊട്ടുമ്പോൾ മലയിടിഞ്ഞ് പ്രളയം വരുന്നു. ഈ പ്രതിഭാസത്തെ അന്നത്തെ മലയോര കർഷകർ ഉരുൾപൊട്ടൽ എന്ന് വിശേഷിപ്പിച്ചു തുടങ്ങി. 1946 മൂവാറ്റുപുഴ കൊടിയത്തൂർ മല പൊട്ടിയൊലിച്ചു വന്ന സംഭവത്തോടെ കേരളത്തിലെ പത്രങ്ങളും ആ വാക്ക് ഉപയോഗിച്ചു തുടങ്ങി. അതിനു മുമ്പ് ഈ വാക്കിന് അത്ര പ്രചാരമുണ്ടായിരുന്നില്ല. 2022 ഭൂമിശാസ്ത്ര മന്ത്രാലയം ലോക്സഭയിൽ അവതരിപ്പിച്ച കണക്കുകൾ പ്രകാരം കഴിഞ്ഞ 7 വർഷത്തിനിടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടൽ രേഖപ്പെടുത്തിയത് കേരളത്തിലാണ്. ഈ കാലയളവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആകെ 3782 ഉരുൾപൊട്ടലിൽ 2239 ഉണ്ടായത് കേരളത്തിലാണെന്നാണ് എർത്ത് സയൻസ് ആൻഡ് ടെക്നോളജി മന്ത്രി ജിതേന്ദ്ര സിംഗ് സഭയെ അറിയിച്ചത്. പശ്ചിമഘട്ട മലനിരകളിൽ പ്രത്യേകിച്ച് വയനാട്, കോഴിക്കോട്, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ ഉരുൾപൊട്ടൽ സാധ്യത ഗുരുതരമായ വിധം ഉയർന്നതാണ്. പല റിപ്പോർട്ടുകളും ഇത് ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. കേരളത്തിൻ്റെ കിഴക്കൻ ഭാഗം, അതായത് പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലൊന്നായാണ് കണക്കാക്കുന്നത്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി പുറത്തുവിട്ട ഡേറ്റ പ്രകാരം കേരളത്തിൽ ഔദ്യോഗികമായി രേഖപ്പെടുത്തിയ ആദ്യത്തെ വെള്ളപ്പൊക്കം 1881 കേരളത്തിലെ അറിയപ്പെടുന്ന ഏറ്റവും പഴക്കം ചെന്ന ഉരുൾപൊട്ടൽ 1882 ഒക്ടോബർ 4 കോട്ടയത്തെ മേലെടുക്കത്ത് സംഭവിച്ചതാണെന്നും ഇതിൽ പരാമർശമുണ്ട്. പിന്നീടങ്ങോട്ട് കേരളത്തിലുണ്ടായ പല ദുരന്തങ്ങളും പതിവിൽ കൂടുതൽ മഴ ലഭിച്ച കാലത്താണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഇതിൽ വനനശീകരണത്തിൻ്റെ പങ്കും വിദഗ്ധർ അടക്കം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കേരളത്തെ നടുക്കിയ പല ഉരുൾപൊട്ടലുകളും വിവിധ ഭാഗങ്ങളിലായി നടന്നിട്ടുണ്ട്. 2001 തിരുവനന്തപുരത്തെ അമ്പൂരിയിലുണ്ടായ ഉരുൾപൊട്ടലിന് സമാനമായി ഇടുക്കി, വെണ്ണിയാണി, മാങ്കുളം പോലുള്ള മലഞ്ചെരിവ് പ്രദേശങ്ങളും ഉരുൾപൊട്ടൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2005 മൂന്നാർ സർക്കാർ കോളേജിൽ മലയുടെ അടിഭാഗം വെട്ടിനിരത്തി സ്വാഭാവിക നീരൊഴുക്കിനെ തടഞ്ഞത് വലിയ ദുരന്തമാണ് വിളിച്ചു വരുത്തിയത്. 2013 കുഞ്ചിത്തണ്ണി ഉരുൾപൊട്ടലും ഇടുക്കിയെ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്ന സ്ഥലമാക്കി മാറ്റി. 2018 പ്രളയത്തിന് മുമ്പ് തന്നെ മുണ്ടക്കൈ മുതൽ മാക്കിമല എസ്റ്റേറ്റ് ദുരന്തം വരെ വയനാട്ടിലും ഉരുൾപൊട്ടൽ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. കോഴിക്കോട്ടും കോട്ടയത്തും ഉരുൾപൊട്ടൽ പല വർഷങ്ങളായി ഉണ്ടാകുന്നു. സ്വാഭാവിക നീർച്ചാലുകളെ തടസ്സപ്പെടുത്തിയുള്ള കോണ്ടൂർ ബണ്ടുകളുടെ നിർമ്മാണം മൂലമാണ് കോഴിക്കോട് കൂടരഞ്ഞിയിൽ 1991 ദുരന്തമുണ്ടായത്. 2004 പശുക്കടവും 2012 പുല്ലൂരം പാറയും 2018 ജൂൺ 14 കട്ടിളപ്പാറയും കേരളത്തിൻ്റെ നോവായി മാറി. 2018 പ്രളയത്തിൽ നിരവധി പ്രദേശങ്ങളാണ് ഉരുൾപൊട്ടലുണ്ടായത്. മൂന്നാറിലുണ്ടായ ഉരുൾപൊട്ടലിൽ 50ഓളം പേർക്കാണ് ജീവഹാനി സംഭവിച്ചത്. ആ വർഷം അടുത്തടുത്ത ദിവസങ്ങളിലായി കേരളത്തിൻ്റെ പല ജില്ലകളിൽ ഉരുൾപൊട്ടലുണ്ടായി. ഓഗസ്റ്റ് 8 ഇടുക്കിയിൽ ഉപ്പുതറയിലുണ്ടായ ഉരുൾപൊട്ടലിൽ 10 മരണങ്ങളാണ് ഉണ്ടായത്. ഓഗസ്റ്റ് 14 ശക്തമായ മഴയിൽ കോട്ടയം കൂട്ടിക്കൽ ഗ്രാമത്തെ ഉരുൾപൊട്ടൽ പൂർണ്ണമായും തുടച്ചു നീക്കി. ഓഗസ്റ്റ് 10 പുത്തുമലയിൽ ദുരന്തമുണ്ടായത്. വയനാട് ജില്ലയിൽ മേപ്പാടി, പുത്തുമലയിൽ കേരളത്തെ നടുക്കിയ വലിയ ദുരന്തങ്ങളാണ് സംഭവിച്ചത്. ഇടുക്കിയിൽ മൂന്നാർ, കുമിളി, കോട്ടയത്ത് പൂഞ്ഞാർ, ചങ്ങനാശ്ശേരി തുടങ്ങി കേരളം മറക്കാത്ത പ്രളയത്തിൻ്റെ ബാക്കി പത്രങ്ങൾ നിരവധി. ഇടുക്കിയിലെ പന്നിയാർകുട്ടിയിൽ ദുരന്തം 5 പേരുടെ ജീവനാണ് കവർന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും മറ്റ് അക്കാഡമിക് സ്ഥാപനങ്ങളും തയ്യാറാക്കിയിട്ടുള്ള ഭൂപടത്തിൽ ഉരുൾപൊട്ടൽ സാധ്യത വർദ്ധിപ്പിച്ച പ്രദേശമെന്ന് അടയാളപ്പെടുത്തിയ പ്രദേശങ്ങളിൽ തന്നെയാണ് 70% ദുരന്തങ്ങളും നടന്നിരിക്കുന്നത്.